നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു നിർണയം ഉണ്ടാകും. ആ നിർണയങ്ങളെ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും കഴിയേല, അതിനെ ദുർബലമാക്കാൻ കഴിയേല. സ്തോത്രം. യോഹന്നാനെ കുറിച്ച് സർവശക്തനായ ദൈവത്തിന് നിർണയം ഉണ്ടായിരുന്നു. ആ നിർണയം പരാജയപ്പെടുത്താൻ വേണ്ടി പല ശക്തികൾ നോക്കി, പല ഘട്ടങ്ങളിൽ നേരിട്ടു. പക്ഷേ അതിനെല്ലാം ജയിപ്പാനുള്ള ദൈവത്തിൻ്റെ കൃപ ദൈവമായ കർത്താവ് കൊടുത്തു. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ തെളിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. വേദപുസ്തകത്തിനകത്ത് ഞാൻ ഈ പറയുന്ന കാര്യത്തെ തെളിയിക്കാൻ പറ്റുന്ന ഒട്ടനവധി സംഭവങ്ങളും വാക്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് യോഹന്നാനെക്കുറിച്ചും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്ന് അവസാന ഭാഗത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. കേൾക്കണേ, ശ്രദ്ധിച്ചുകൊള്ളുക. വിശുദ്ധ ബൈബിളിലെ മർക്കോസിൻ്റെ സുവിശേഷം വായിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞു വിടാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ്. വേദപുസ്തക പരിചിതരായിരിക്കുന്ന ആളുകൾക്കറിയാം, 3 പ്രധാനപ്പെട്ട അത്ഭുതങ്ങളാണ് 5-ാം അധ്യായത്തിൽ നടക്കുന്നത്. അത് ഈ നിർണയത്തോട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. സ്തോത്രം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഗദരദേശത്തിലെ ഭൂതഗ്രസ്തന്റെ സംഭവമാണ്. അത് ഞാൻ വിശദീകരിക്കാം. രണ്ടാമത്തത്, 12 സംവത്സരമായി രക്തസ്രാവമുള്ളൊരു സ്ത്രീയെ, സ്തോത്രം, യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ പിടിച്ചതുകൊണ്ട് യേശു അവളിലേക്ക് ശക്തി അയച്ച് അവളെ സൗഖ്യമാക്കുന്ന സംഭവമാണ്. 12 വയസ്സുള്ള യായിറോസിൻ്റെ ഒരു പെൺകുഞ്ഞിനെ മരിച്ച് ശവസംസ്കാരത്തിന് തയ്യാറായിരിക്കുമ്പോൾ മരണവീട്ടിൽ വന്ന യേശുക്രിസ്തു മരണം നീക്കി ആത്മാവിനെ മടക്കി വരുത്തി ജീവനിലേക്ക് കൊണ്ടുവന്ന അത്ഭുതമാണ്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നു. സ്തോത്രം. ഇതെല്ലാം ഇന്ന് രാത്രിക്കാലം ഓർത്തോളണം, ഒരു നിർണയത്തിൻ്റെ ഭാഗമായി നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. എങ്ങനെ ഇത് വ്യക്തമാക്കാൻ കഴിയും? കേൾക്കണേ. രക്തസ്രാവക്കാരി സ്ത്രീയെക്കുറിച്ച് തന്നെ 12 സംവത്സരമായി രക്തസ്രാവമാണ് അവളുടെ രോഗം. സ്തോത്രം. വേദപുസ്തകത്തെ സയന്റിഫിക്കായിട്ട് അഥവാ ശാസ്ത്രീയമായിട്ട് വ്യാഖ്യാനിക്കാൻ അറിയാവുന്ന ആളുകൾ, വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധമുള്ള ആളുകൾ പറയുന്നു, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായാൽ അത് നിരന്തരമായി 12 കൊല്ലമായിട്ട് ഈ സംഭവം ഉണ്ടായാൽ, സ്തോത്രം, ആ സ്ത്രീക്ക് ജീവിച്ചിരിക്കാൻ പറ്റിയല്ല. അന്നത്തെ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം ഇത്രയും അഡ്വാൻസ് അല്ല, ഇത്രയും ആധുനിക ക്രമീകരണങ്ങളോ മരുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാലം. ആ കാലഘട്ടത്തിൽ വ്യാഖ്യാന പുസ്തകങ്ങൾ പറയുന്നത് ഇതാണ്: 4 വർഷമാണ് നിരന്തരമായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ജീവനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നതെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു, ശാസ്ത്രവും അത് സമ്മതിക്കുന്നു. അപ്പോൾ സ്തോത്രം, ആ രീതിയിൽ 4 കൊല്ലമായി ഇത് തുടരുകയാണ്. സ്തോത്രം. അങ്ങനെ ബലഹീനമായിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളില്ലാത്ത കാലം. സ്തോത്രം. വ്യാഖ്യാതാക്കൾ പറയുന്നത് 4 കൊല്ലം തുടർമാനമായി പ്രശ്നമുണ്ടായാൽ മരണം സംഭവിക്കാം. പക്ഷെ 4 കഴിഞ്ഞു, 8 കഴിഞ്ഞു, 12 കൊല്ലമായി. 12 വർഷമായിട്ടും ഈ സ്ത്രീയുടെ ശരീരത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ട്, സ്തോത്രം, ഇതുപോലത്തെ വിഷയം ഒരുപക്ഷെ വൈദ്യശാസ്ത്രത്തിന്റെ മുമ്പിൽ പണ്ടേ മരിക്കേണ്ടതാണ്. പക്ഷെ മരിക്കാതെ ജീവനോടെ ആരോഗ്യത്തോടെ ആരോടും പറയാതെ യേശുവുള്ള തെരുവിൽ നടന്നു വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ പിടിക്കത്തക്ക രീതിയിൽ 12 കൊല്ലമായിട്ടും മരണത്തിന്റെ കൈ തൊടാതെ സൂക്ഷിച്ചതിന്റെ കാരണം, ഇവളെ കുറിച്ച് ദൈവത്തിനൊരു നിർണയമുണ്ട്. എന്താ നിർണയം? സ്തോത്രം. യേശുവിന്റെ ശക്തി വ്യാപരിക്കേണ്ട ശരീരമാണിത്. അതിനേക്കാൾ മുമ്പ് മരണം വ്യാപരിക്കാൻ സമ്മതിക്കത്തില്ല. അത് സ്വർഗത്തിന്റെ നിർണയമാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരോട് പറയാ, പല വിഷയങ്ങൾ നിനക്ക് നേരെ വന്നു. വഴിത്തിരക്കിൽ നീ പട്ടുപോകേണ്ടതായിരുന്നു, നീ തീർന്നെന്ന് വിചാരിച്ചു. പലരും അത് അങ്ങനെ തന്നെയെന്ന് എണ്ണി. എന്നാൽ ഇന്ന് രാത്രികാലം കേട്ടോളണം, സ്വർഗത്തിലെ ദൈവത്തിനും നിന്നെ കുറിച്ചൊരു നിർണയമുണ്ട് സഹോദര. അതുകൊണ്ടാണ് നീ ഇന്ന് രാത്രി യോഗം കേൾക്കാൻ ഇടയായത്. ഇന്ന് രാത്രി നീ അത് അംഗീകരിക്കാൻ തയ്യാറായാൽ അസാധാരണമായ ഒരു ശക്തി നിന്റെ ജീവിതത്തിന്റെ ഭാരത്തിന്റെ മീതെ ഇന്ന് രാത്രി വ്യാപരിക്കാൻ തുടങ്ങും. ആ വ്യാപാര ശക്തി കൊണ്ട് നിന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഈ വലിയ ശക്തിയെ സ്വർഗം ദുഷ്കാരമായ നിലവാരത്തിൽ വ്യാപരിച്ചു നിൽക്കുന്ന രോഗബന്ധനത്തെ നിർണയം നിന്റെ മേൽ വ്യാപരിച്ചാൽ സ്വർഗം ആ മരണം നീക്കിക്കളയും. ഹല്ലേലൂയ.
അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോളണം. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. ഏതൊക്കെയോ സംഭവങ്ങൾ എന്നെ ഇല്ലാതാക്കാൻ നോക്കിയതാണ്, അപകടം കൺമുമ്പിൽ കണ്ടതാണ്, പലരും പറഞ്ഞതാണ് ഇനി അവൻ ഇല്ലെന്ന്. ദാവീദിനെ കുറിച്ച് സങ്കീർത്തനം 3 വാക്യം എഴുതിയിട്ടുണ്ട്, യഹോവയിങ്കൽ പോലും രക്ഷയില്ലെന്ന് പലരും അവനെ കുറിച്ച് പറഞ്ഞു എന്ന്. എന്നിട്ടും ആ മനുഷ്യൻ പിന്നെയും സിംഹാസനത്തിനകത്തിരുന്നു. ഇന്ന് രാത്രി ചില വിഷയങ്ങൾ വന്നപ്പോൾ നീ ഇനി ഉണ്ടാകത്തില്ല, നീ ഇനി കൃപയിൽ ഉണ്ടാകത്തില്ല, നീ ഇനി സഭയിൽ ഉണ്ടാകത്തില്ല, നീ ഇനി ശുശ്രൂഷയിൽ ഉണ്ടാകത്തില്ല, നിന്റെ വീട്ടിൽ നിന്റെ ജീവിത പങ്കാളിയുടെ കൂടെ ഇനി നീ ഉണ്ടാകത്തില്ലെന്ന് പലരും വിചാരിച്ച സ്ഥാനത്ത് അതിനെയൊക്കെ ജയിച്ച് ഇന്ന് രാത്രി ദൈവം നിന്നെ നിർത്തിയെടുത്ത് നീ ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം എന്താണെന്നറിയോ? സ്വർഗത്തിന്റെ നിർണയം നിന്റെ മേൽ കിടക്കുന്നത് കൊണ്ടാണ് പലരും ആഗ്രഹിച്ചതുപോലെ നിനക്കോ നിന്റെ കുടുംബത്തിനോ സംഭവിക്കാതിരുന്നത്. അതുകൊണ്ട് ഈ രാത്രി ദൈവത്തിന്റെ നിർണയങ്ങൾക്ക് വിധേയപ്പെടാൻ മനസ്സുള്ളവർ യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് സ്വീകരിക്കാൻ തയ്യാറായാൽ സ്വർഗം ചില നിർണയങ്ങൾ നിനക്ക് വേണ്ടിയും അയക്കാതിരിക്കില്ല. ഹല്ലേലൂയ. നിർണയങ്ങൾ നിറവേറാതെ കഥ തീരുകയില്ല. ഈ യായിറോസിന്റെ മോളോ യേശുക്രിസ്തു ഉള്ള കാലത്ത് മരിച്ച എല്ലാരെയും ഒന്നും യേശു ഉയർപ്പിച്ചില്ലല്ലോ. സ്തോത്രം. അന്ന് കരഞ്ഞ് കാല് പിടിച്ച് എല്ലാവരെയും ഉയർപ്പിച്ച നിങ്ങൾ ഓർത്തു നോക്കിയ നിങ്ങൾക്ക് ഭാവനയിൽ അല്ലെങ്കിൽ ചിലരുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റുമോ? 12 വയസ്സുള്ളൊരു കുഞ്ഞിനെ ഉയർപ്പിച്ചു എന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞപ്പോ തൊട്ടടുത്ത ദിവസം വേറൊരാൾ മരിച്ചപ്പോൾ വാസ്തവത്തിൽ ആളുകൾ അന്വേഷിക്കാൻ സാധ്യതയില്ലേ? കാരണം കഴിഞ്ഞ ആഴ്ചയിൽ അപ്പുറത്തെ വീട്ടിലെ യായിറോസിന്റെ മോള് മരിച്ചപ്പോൾ ഉയർപ്പിച്ച ആളുടെ ഫോൺ നമ്പർ ഉണ്ടോ, അയാൾ എവിടാണ്, എൻ്റെ അച്ചാച്ചനെ കൂടെ ഉയർപ്പിക്കാൻ അന്വേഷിക്കത്തില്ലേ? അന്വേഷിച്ച് യേശു വന്നാലും ആ നാട്ടിലെല്ലാവരെയും ഉയർപ്പിക്കുകയായിരുന്നു. സ്തോത്രം. ഉയർപ്പിക്കുകയല്ല, പിന്നെ എന്താ കാരണം? ഈ കൊച്ചിനെ കുറിച്ച് ദൈവത്തിന് നിർണയമുണ്ട്. സ്തോത്രം. പിന്നെ അവൾ വളർന്നു എന്തായെന്നൊന്നും ബൈബിൾ പറയുന്നില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അന്വേഷിച്ച് ചിലപ്പോൾ കിട്ടിയേക്കാം. ഇന്ന് രാത്രി ഞാൻ പറയാം, നിർണയമുള്ളവനെ ശവക്കുഴിയിലേക്ക് വെച്ചാലും ആ നിർണയം ബാക്കിയുണ്ടെങ്കിൽ കർത്താവ് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരും. ഇന്ന് രാത്രി ഞാൻ പറയാം, നീ സ്തോത്രം നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ നിർണയങ്ങൾ വെളിപ്പെടുകയല്ല. ഈ രാത്രി എന്നെ കേൾക്കുന്ന എല്ലാ ചേച്ചിമാരും എല്ലാ അച്ചാച്ചന്മാരും കേട്ടോളണം, ഈ രാത്രി ഒരു വലിയ അവസരം നിന്റെ മുമ്പിൽ കിട്ടിയിരിക്കുന്നത്. സ്തോത്രം. ഈ രാത്രി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നിന്നെ കുറിച്ചൊരു നിർണയം വെളിപ്പെട്ടു വരും. നീ എന്തായിരിക്കണം, നീ എവിടെ വരെ ചെല്ലണം, നീ എന്തൊക്കെ അനുഗ്രഹം അനുഭവിക്കണം, നീ എത്രത്തോളം ഉയർത്തപ്പെടണം, നിന്റെ മക്കൾ ആരായിരിക്കണം, നീ എവിടെയൊക്കെ കാലുകുത്തണം എന്ന് സ്വർഗം നിർണയിക്കും. ആ നിർണയം നടക്കണമെങ്കിൽ യോഗം കഴിയുമ്പോൾ 500 രൂപ ഈ ദൈവദാസന്റെ കൈ കൊടുത്തിട്ട് പോയാൽ നിർണയം വെളിപ്പെടുകയല്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനെ ഇന്ന് രാത്രി മനസ്സുകൊണ്ട് സ്വീകരിച്ചാൽ അവരെ കുറിച്ച് ദൈവത്തിനൊരു നിർണയം വെളിപ്പെടും. ആ നിർണയങ്ങൾ നിറവേറാതെ പോകില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രികാലം കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പറയാ, മരിച്ചാലും മരണക്കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കാൻ കഴിവുള്ളതാണ് നിർണയം. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ചില രോഗങ്ങൾ നിർണയം നിമിത്തം മാറിപ്പോകും. ചില വ്യാധികളും വ്യാപാര ശക്തികളും ചില ശാപങ്ങളും ജീവിക്കാൻ സമ്മതിക്കാതെ നിന്നെ ചുറ്റി വരയുന്ന ചില വിഷയങ്ങളും. എന്തേ പൗലോസിനെ മെലീത്തയിൽ വെച്ച് അണലി കയറി കടിച്ചിട്ട് ആ നാട്ടിലെ പരിചിതരായ ആളുകൾ മുഴുവൻ പറഞ്ഞു, പ്രായമുള്ളവർ പറഞ്ഞു, ഈ പാമ്പ് കടിച്ചവരാരും ജീവിച്ചിട്ടില്ല, ഇവൻ മരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിക്കും? ബോധം കെട്ടല്ല, ഇവന്റെ വയറ് വീർക്കും, ഇവന്റെ ശരീരം വീർക്കും, അങ്ങനെ വീർത്തു മരിക്കുമെന്നാ പറഞ്ഞത്. എന്നിട്ട് എന്താ മരിക്കാതിരുന്നത്? ഇവനെ കുറിച്ചൊരു നിർണയമുണ്ട്. നീ റോമയിൽ എന്നെ സാക്ഷീകരിക്കും എന്ന് സ്വർഗത്തിന്റെ നിർണയം കിടക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചുറ്റി വരിയുന്ന കടിച്ചു തൂങ്ങുന്ന ഏതൊക്കെ വിഷയം വന്നാലും നിർണയത്തെ തോൽപ്പിക്കാൻ, ദൈവ നിർണയത്തെ തോൽപ്പിക്കാൻ ഇവിടത്തെ ഒരു ശക്തിക്കും, ഒരു ഇരുട്ടിന്റെ വ്യാപാരത്തിനും, ഒരു സർപ്പശക്തിക്കും, ഒരു ദുഷ്ട വ്യാപാരത്തിനും കഴിയുകയില്ല എന്ന് ഈ പൊട്ടുകുളത്ത് ആത്മാവിൽ വിളിച്ചു പറയാൻ പരിശുദ്ധാത്മാവ് എന്റെ കയ്യിൽ തന്നുവിട്ട ദൂത് ഞാൻ വിളിച്ചു പറയുമ്പോൾ ഈ ആലോചന നിങ്ങളെ സ്വന്തമാക്കാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ
നാമത്തിൽ കർത്താവിനെ രക്ഷകനായി ഇന്ന് രാത്രി ഹൃദയത്തിൽ സ്വീകരിക്കുക. സ്വർഗം പറയുന്നു, നിർണയങ്ങൾ നിറവേറും. ദൈവനിർണയം ദൈവശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഓർത്തോളണം, ഈ വേദപുസ്തക പ്രഭാഷണം, പ്രസംഗം എന്നൊക്കെ പറയുന്നത് ചുമ്മാ സ്തോത്രം ആരെങ്കിലും വളച്ചു കെട്ടി ഏതെങ്കിലും കവലയിൽ നിന്നുകൊണ്ട് അതും ഇതും പറയുന്നതെന്ന് വിചാരിക്കരുത്. ഇതിന് അടിസ്ഥാനപരമായി പഠിക്കാൻ നോക്കിയാൽ ദൈവശാസ്ത്രം എന്ന് പറയുന്ന ലോകം അംഗീകരിച്ച ഒരു ശാസ്ത്രശാഖ തന്നെ ഇതിൻ്റെ പഠനത്തിനകത്തുണ്ട്. അതിനകത്ത് വിവിധ വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് മനുഷ്യനെ കുറിച്ചുള്ള ആന്ത്രോപോളജി, നരവംശാസ്ത്രം എന്ന് പറയുന്നത് ഒന്നുണ്ട്, പഠിക്കാനുള്ളതാണ്. നരവംശാസ്ത്രം, മനുഷ്യനെ കുറിച്ച്, അതിനെക്കുറിച്ച് പഠിക്കുന്ന സ്പിരിച്വൽ ലെവലാണ്, ആത്മീക തലമാണ്. അതിൽപ്പെട്ട വിഷയമാണ് ദൈവനിർണയം. ചുമ്മാ ഭൂമിയിൽ ഒരു ജന്മം കിട്ടി, ആണായിട്ടോ പെണ്ണായിട്ടോ ജനിച്ചു, സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ കഷ്ടപ്പെടുന്ന ഒരു അപ്പൻ്റെ അമ്മയുടെ മോനായിട്ട് ജനിച്ചു. ജനിച്ചപ്പോൾ 9 മക്കളുടെ വീട്ടിലാണ്. പട്ടിണിയും പ്രയാസമാണ്. റേഷൻ അരി തിന്നാ വളർന്നത്. വലിയ ഗതിയൊന്നുമില്ല. പഠിക്കാൻ പോയിട്ട് ഒത്തില്ല. അതുകൊണ്ട് സ്തോത്രം ജീവിതം വഴിമുട്ടി. അവസാനം ആരുടെയോ ഭാര്യയായി, ആരെയോ കല്യാണം കഴിച്ച് ഭർത്താവായി. അങ്ങനെ കഷ്ടപ്പാടും പേറിക്കൊണ്ട് ജീവിതത്തിൽ തോളിൽ മാറാപ്പും തൂക്കിക്കൊണ്ട് ജീവിച്ചു മരിക്കണം എന്നുള്ളതല്ല ദൈവത്തിൻ്റെ വിധി. പിന്നെയോ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവിടെ മുതൽ നിർണയങ്ങൾ ആരംഭിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രിക്കാലം 1000 പ്രാവശ്യം അത് പറയും. യേശുവിനെ നിന്റെ സ്വന്തമാക്കിയാൽ അന്ന് ദൈവം ചില നിർണയങ്ങൾ വെളിപ്പെടുത്തും. അതിനെ തോൽപ്പിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നഖശിഖാന്തം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്, ആ വിചാരത്തിനോ ക്ഷുദ്രത്തിനൊന്നും തോൽപ്പിക്കാൻ കഴിയാത്തതാണ് ക്രിസ്തീയ മാർഗം. സ്തോത്രം. വേദപുസ്തക അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കാരണം അത് ദൈവം ഒന്ന് നിർണയിച്ചിരിക്കുക. ആ നിർണയത്തിൽ നിന്ന് നീ വിശ്വസ്തനായിരുന്നാൽ അത് നിറവേറ്റാൻ ദൈവം വിശ്വസ്തനാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് 5-ാം അധ്യായത്തിലെ ഞാൻ 3-4 വാക്യം കൂടി വായിക്കാൻ വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം അത് വായിക്കാൻ പറ്റും, എത്രത്തോളം സമയം അത് ക്രമീകരിക്കുന്ന എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചതിനേക്കാൾ ലേറ്റായിട്ടാണ് ഈ വ്യാഖ്യാനങ്ങൾ ദൈവമായ കർത്താവ് തന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ദീർഘിപ്പിക്കുന്ന യുക്തിയല്ലല്ലോ. എത്രത്തോളം ഒക്കുന്നിടത്തോളം എൻ്റെ ഹൃദയത്തിൽ ദൈവം തരുന്നിടത്തോളം കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ബോധിപ്പിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ സ്തോത്രം ആദ്യം എഴുതിയത് ഗദരദേശത്തിലെ ഭൂതഗ്രസ്തന്റെ സംഭവമാണ്. 2-ാമത് രക്തസ്രാവക്കാരി, 3-ാമത് ആ കുഞ്ഞു മരിച്ചതിനെ കുറിച്ച്. സ്തോത്രം. ആദ്യം പറയേണ്ടത് ഭൂതഗ്രസ്തന്റെ കാര്യമായിരുന്നു. മനഃപൂർവ്വം ഞാനത് പറയാതെ മാറ്റിവെച്ചതാ. ഞാനതൊരല്പം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. സ്തോത്രം. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ, ആ മനുഷ്യനെ കുറിച്ച് മർക്കോസ് 5 നിങ്ങൾക്ക് വായിക്കാം. സ്തോത്രം. ഇപ്പോൾ വായിക്കണമെന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ മനുഷ്യനെ ആ ഭാഗത്ത് നിന്ന് നന്നായി ഒന്ന് പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ മനുഷ്യന് വീടും സ്വന്തക്കാരെയൊക്കെ ഉള്ളതാണ്. സ്തോത്രം. പക്ഷെ വീടുണ്ടായിട്ടും ഈ മനുഷ്യനിൽ 6000 ഭൂതങ്ങൾ ഈ മനുഷ്യന്റെ ഉള്ളിൽ കയറി. 6000 ഭൂതങ്ങൾ. മനുഷ്യന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭൂതം പിശാച് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ആധുനിക ചിന്താഗതിക്കാരായിരിക്കുന്ന ആളുകളുടെ വെളിച്ചത്തിൽ ഉപദേശിമാർ ചുമ്മാ പറയുന്നതാണ്. യൂട്യൂബിൽ അറിയാതെ സ്തോത്രം തലക്കെട്ട് കണ്ട് ജസ്റ്റ് സ്തോത്രം നമ്മളെ ബാധിക്കുന്ന വിഷയമാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് തൊട്ടപ്പോൾ ഒരു മനുഷ്യൻ അതിനകത്തിരുന്നുകൊണ്ട് വേറൊരു മനുഷ്യനോട് പറയുക, ഇവന്മാരെയൊക്കെ മടൽ വെട്ടി അടിക്കണം, ഇവന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പിശാചുണ്ട് എന്നും പറഞ്ഞ് ചുമ്മാ പെണ്ണുങ്ങളെ അങ്ങ് പേടിപ്പിക്കുക. പിന്നെ പെണ്ണുങ്ങളെ പേടിപ്പിച്ചാൽ ഞങ്ങൾക്ക് എന്നാ സുഖമെന്ന് അറിഞ്ഞില്ല. സ്തോത്രം. ചുമ്മാ പെണ്ണുങ്ങളെ പേടിപ്പിക്കുന്നതാണോ പിശാചുണ്ടെന്ന് പറയുന്നത്? നിങ്ങളുടെ ഇരിപ്പുണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. നിങ്ങൾ മറ്റേ പുള്ളിയുടെ ആൾക്കാരാണോ? സാത്താൻ ഉണ്ടെന്നുള്ളത് ഊഹമല്ല, വിശുദ്ധ ബൈബിള് പഠിപ്പിക്കുന്നതാണ്. ദുരാത്മാക്കൾ, ദുഷ്ടാത്മാക്കൾ, ദുർഭൂതങ്ങൾ, പിശാചുക്കൾ, ഇത് തോന്നലല്ല, ഊഹമല്ല, ഇത് കെട്ടുകഥയല്ല. സ്തോത്രം. ഇത് സത്യമാണ്. ദൈവമുള്ളതുപോലെ തന്നെ ഇവിടെ ഒരു എതിർശക്തിയുണ്ട്, സാത്താന്യവും പൈശാചികമായ ശക്തികൾ. സ്തോത്രം. അതൊരു മാർമികമായിരിക്കുന്ന വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു ശാസ്ത്രശാഖയാണ് ഈ ദൈവവചന പഠനം എന്ന് പറയുന്നത്. ചുമ്മാ അവനവന് തോന്നുന്ന പോലെ പറയുന്നതല്ല. ഇത് അടിസ്ഥാനപരമായിരിക്കുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. അത് വെച്ച് ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കറിയാം CBSE, ICSE, കേരള എന്നൊക്കെ പറയുന്ന സിലബസ് ഉണ്ട്. ടീച്ചർ ഓരോ ദിവസം വന്നിട്ട് ചുമ്മാ വഴി കണ്ട കാര്യം പഠിപ്പിച്ച പരീക്ഷ എഴുതിയാൽ ജയിക്കുമോ? ഇല്ലല്ലോ. ഒരു സിലബസ്. അതുപോലെ തന്നെ ഈ വിഷയം ചുമ്മാ അവനോട് തോന്നുന്ന പോലെ സാത്താൻ ഉണ്ടെന്നോ ഇല്ലെന്നോ അതാണ് പറയുന്നത്. ഇതിനകത്ത് അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് വെച്ച് വേണം ഇത് പഠിക്കാൻ.
അപ്പൊ ഇന്ന് രാത്രികാലം കേട്ടോളണം, മനുഷ്യനും ദൈവവും മാത്രമല്ല ഇവിടെ ഉള്ളത്. പിന്നെയോ മനുഷ്യനെ കയ്യിൽ കിട്ടിയാൽ അവന്റെ മനുഷ്യത്വം നശിപ്പിച്ച്, അവന്റെ വ്യക്തിത്വം നശിപ്പിച്ച്, ബന്ധങ്ങളെ ഉടച്ച്, ഒരുതരം ഭ്രാന്തനാക്കി അവന്റെ ജന്മം പാഴാക്കാൻ ഈ ഇരുട്ടിന്റെ മറവിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി ഇവിടെയുണ്ട്, ഈ ദേശത്തുണ്ട്, ഈ ഗ്രാമപ്രദേശത്തുണ്ട്. പിന്നെ എന്തുകൊണ്ട്? പ്രാർത്ഥിക്കുന്നവരെ ഇവിടെ ഉള്ളത് കൊണ്ട് ഇതൊന്നും അതുപോലെ വ്യാപരിക്കാത്തത്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ അത് വിശ്വസിക്കുന്നു എനിക്കറിയില്ല, ഞാനത് അടിയുറച്ച് വിശ്വസിക്കുന്ന മനുഷ്യനാണ്. കാരണം ബൈബിള് പഠിപ്പിക്കുന്നു, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറേണ്ട താമസമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ വാക്ക് പറയുന്നു, ഇവിടെ പിശാചിന്റെ ഇഷ്ടം അതുപോലെ നടക്കാതെ അതിനെ തടുക്കുന്ന ആരോ ഉണ്ട്. ഇന്ന് രാത്രി ആ പക്ഷത്ത് നിൽക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ, ഓൺലൈനിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി അവരടങ്ങിയിരിക്കരുത്. ഞാൻ പിശാചിന്റെ പക്ഷത്തല്ല, അവന്റെ ഒരു പ്രവൃത്തിയെയും ഞങ്ങളുടെ നാട്ടിൽ നടക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ കൊടി പിടിച്ച് സമരം ചെയ്യില്ല, ഞങ്ങൾ പ്ലേക്കാർഡ് പിടിച്ചോട് റോഡ് തടയില്ല. പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റൂ? നിന്റെ കൊച്ചു വീടിന്റെ പ്രാർത്ഥനാ മുറിയിൽ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ദേശത്ത്, നിന്റെ കാലഘട്ടത്തിൽ പിശാചിന്റെ ഇഷ്ടം അതുപോലെ നടക്കില്ല. കാരണം ഇവിടെ സാത്താന്റെ പ്രവൃത്തികളെ തടുക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ദുർഭൂതങ്ങൾ അഥവാ ദുരാത്മാക്കൾ, പൈശാചിക ശക്തികൾ ഒരു മനുഷ്യനിൽ സന്നിവേശം നടത്തി ആവഹിച്ച് അവനിൽ കയറിയാൽ, അവനെ സ്വാധീനിച്ചാൽ, അവന്റെ ഗതി എന്താകുമെന്നറിയാൻ നിങ്ങൾ മനഃശാസ്ത്രജ്ഞന്റെ അടുത്തൊന്നും പോയാൽ കൃത്യമായിട്ട് കിട്ടില്ല. അതിന് ഈ വേദപുസ്തകം വായിച്ചു നോക്കണം. പറ്റുമെങ്കിൽ എന്നെ കേൾക്കുന്നവർ ഏത് മതവിഭാഗത്തിലുള്ള ആളാണെങ്കിലും, ഏത് പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ മർക്കോസ് 5-ാം അധ്യായം വായിക്കണം. എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഈ നാട്ടിലുണ്ടോന്ന് ഇന്ന് 2025 നിങ്ങളുടെ ജില്ലയിലുണ്ടോന്ന് നിങ്ങളുടെ അന്വേഷണ മനസ്സുള്ളവരാണ് അന്വേഷിക്കണം. സ്തോത്രം. എന്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, തെളിയിച്ചു തരാം. വേദപുസ്തകം 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലത്തെ സംഭവങ്ങൾ ഇന്നും ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന്. സ്തോത്രം. എന്താണ് ഈ മനുഷ്യന് 6000 ഭൂതങ്ങളെ ഈ മനുഷ്യന്റെ അകത്ത് കയറി. ഇപ്പോൾ ആദ്യം സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ മനുഷ്യന്റെ വ്യക്തിത്വം ഈ ദുരാത്മാക്കൾ ഇല്ലാതാക്കി. വ്യക്തിത്വം എന്ന് പറയുന്ന ഒന്നുണ്ട്, വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്ന് പറയും. ഇച്ചിരൂടെ അറിവുള്ള ആളുകൾക്ക് വേണ്ടി പേഴ്സണാലിറ്റി. പിശാച് ഒരു മനുഷ്യനെ പിടിച്ചാൽ, തൊട്ടാൽ അവന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തും. എങ്ങനെ അറിയാം? വളച്ചിട്ടില്ലാതെ പറയാം. ഈ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന സംഭവമായതിന്റെ പേരിൽ ഈ 6000 ഭൂതങ്ങൾ ബാധിച്ച മനുഷ്യനെ താണ്ടി എന്റെ യേശു കടൽ കടന്ന് ഈ ഗദരദേശത്തെത്തി. എത്തിയതറിഞ്ഞുകൊണ്ട് ആ നാട്ടുകാർ വരുന്നതിനൊക്കെ മുമ്പ് ശവക്കോട്ടയിലെ അവൻ പാർക്കുന്നത്, വീട്ടിൽ കിടക്കുകയല്ല. സെമിത്തേരിയിൽ നിന്ന് ഈ മനുഷ്യൻ യേശുവിന്റെ അടുക്കലേക്ക് ഓടിയെത്തി, ഭൂതം ബാധിച്ചവൻ. അവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. യേശു ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ പേരെന്ത്? യേശുക്രിസ്തുവിന് സർവജ്ഞാനിക്ക് ഇവന്റെ പേരെന്തെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ യേശുവിനെ എനിക്കറിയാം. നമ്മുടെ ഓമനപ്പേര് പോലും അറിയാവുന്നവനാ സ്വർഗസ്ഥനായ ദൈവം. പിന്നെ കർത്താവിന് ഇവന്റെ പേര് ചോദിച്ചറിഞ്ഞിട്ട് വേണോ? പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാ കർത്താവ് ശ്രദ്ധിച്ചിരുന്നോണ്ട് ഇന്ന് രാത്രി ചില ദുഷ്ടന്റെ നഖമൊടിച്ചിട്ട് വീട്ടിൽ പോകാവൂ. സ്തോത്രം. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ നിർണയമുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങൾ ഇന്ന് തീരണം. സത്യം അറിഞ്ഞാൽ നീ രക്ഷപ്പെടും. അതല്ലെങ്കിൽ എന്നും കണ്ണുപൊട്ടനെ പോലെ തപ്പി നടക്കാം, പ്രാർത്ഥനക്കാരെയോ ധ്യാനക്കാരെയൊക്കെ. പക്ഷെ ഇന്ന് രാത്രി ഇത് അറിഞ്ഞിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ സാത്താന്യ ശക്തികൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് നിന്നെ വിട്ടിട്ട് മാറിക്കോളും. യേശുക്രിസ്തുവിന് നിങ്ങൾ എൻ്റെ കൂടെ ഉറക്കെ ചിന്തിക്കണമെന്ന് അറിയില്ല, ഇച്ചിരിയോടെ വിവേകത്തോടെ ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെന്ന് ഓർത്ത് നോക്കി. യേശുവിന് പേര് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. കാരണം യേശുവിന് എല്ലാവരെയും അറിയാം, പേരറിയാം, അവൻ്റെ പ്രായമറിയാം, അവൻ്റെ മനസ്സറിയാം, അവൻ്റെ വിചാരങ്ങൾ അറിയാം. ഇതെല്ലാം അറിയുന്നവനാ യേശു. എന്നിട്ട് നിന്റെ പേര് ചോദിച്ചേ?
നമുക്ക് ഈ വിവരം അറിയാൻ വേണ്ടി കേട്ടോളണേ. നിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ എന്താണെന്നറിയാമോ? അവന്റെ പേരല്ല പറഞ്ഞത്, അവൻ പറഞ്ഞു ലഗ്യോൻ. ലഗ്യോൻ അവന്റെ പേരല്ല. 6000 ഭൂതങ്ങൾ ഒരുമിച്ച് കൂടുന്ന സംഘത്തെ വിളിക്കുന്നതാണ് ലഗ്യോൻ. അവന്റെ പേര് ഒരു പക്ഷേ നമ്മുടെ മലയാളിയുടെ പേര് പോലെ ചാക്കോ എന്നോ മത്തായി, ഇനി എൻ്റെ പേര് ഇരുന്നോട്ടെ, ഷാജി എന്ന് വല്ലായിരിക്കും. എൻ്റെ പേര് പറഞ്ഞ പരാതി വേണ്ട. പക്ഷെ ഷാജി എന്ന പേരെങ്കിൽ ഈ മനുഷ്യനോട് പേര് ചോദിച്ചാൽ എന്ത് പറയണം? നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചാൽ എന്താ പറയണം? നിങ്ങളുടെ പേര് പറയണം. എന്നോട് ചോദിച്ച ഷാജി എന്ന് പറഞ്ഞു. പക്ഷെ ഈ മനുഷ്യന് ഷാജി എന്ന് പറയാൻ പറ്റുന്നില്ല. പകരം എന്താ പറഞ്ഞത്? ലഗ്യോൻ. അതിനർത്ഥം എന്താ? സ്വന്തം പേര് പറയാനുള്ള ബോധം പോലും പിശാച് നഷ്ടപ്പെടുത്തും. മനസ്സിലാവുന്ന ഞാൻ പറയുന്നേ? എടാ, സ്വന്തം പേര് മറന്നവൻ അമ്മയെ മറക്കാതിരിക്കുകയോ അപ്പനെ മറക്കാതിരിക്കുകയോ, സ്തോത്രം, നിന്റെ മനുഷ്യത്വം മറക്കാതിരിക്കുകയോ, നിന്റെ ഭാര്യയെ മറക്കാതിരിക്കുകയോ. അപ്പൊ സ്വന്തം പേര് പോലും മറന്നു. അയ്യോ, ഇന്ന് രാത്രികാലം കേൾക്കണം. ഈ കാര്യം വേറെ ഒരു രാഷ്ട്രീയ പ്രസംഗകനും പറയില്ല, ഒരു സാംസ്കാരിക പ്രസംഗകനും പറയില്ല. മനുഷ്യനെ ചതിക്കുന്ന ഏറ്റവും വലിയ ശക്തി പൈശാചിക ശക്തിയാണ്. അത് ഈ നാട്ടിലെ നൊന്തുപെറ്റ ഒരമ്മ പ്രസവിച്ച ഏതെങ്കിലും ഒരു സന്തതിയെ ബാധിച്ചാൽ അവന്റെ പഠനവും പോയി, ഭാവിയും പോയി, സൗന്ദര്യം പോയി, വ്യക്തിത്വം പോയി, ബന്ധം പോയി, സകലതും മുടിയും. അത് മുടിയാതിരിക്കാൻ ഓർമ്മപ്പെടുത്താൻ 2025 സ്വർഗസ്ഥനായ ദൈവം കെട്ടിച്ച പന്തലാണ് ഈ പന്തല്. ഇന്ന് രാത്രി എന്നെ ഈ പ്രസംഗത്തിന് വിളിച്ചത് എന്നെ കുറിച്ച് പറയാനല്ല. ഈ നാട്ടിലെ ഒരമ്മയുടെ മക്കളെ പിശാച് പിടിക്കരുത്, സാത്താൻ തകർക്കരുത്. ഈ നാട്ടിൽ ഒരുവനെയും ദുർഭൂതങ്ങൾ ആവഹിക്കരുത്. അതിനെതിരെ സമരത്തോടെ, പ്രാർത്ഥനയോടെ, അന്ധകാര ശക്തിക്കെതിരെ പോരാടാൻ സംഘടിച്ച ജനമാണ് ഇന്ന് രാത്രി ഇവിടെ ആത്മാവിൽ ആരാധിക്കുന്നവർ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രികാലം ഞാൻ പറയാം, യേശുവിനെ സ്വാതന്ത്ര്യത്തോടെ പ്രസംഗിക്കാൻ അനുവാദമുള്ള ഒരു പ്രസംഗവേദിയാണ് ഇതെന്ന് അറിഞ്ഞോണ്ടാ ഞാൻ വന്നില്ല. ഞാൻ വരില്ലായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഭയം കൂടാതെ പറയാം, പിശാച് ഒരു കുടുംബത്തിൽ കയറിയാൽ, ഒരു സന്തതിയിൽ കയറിയാൽ അവന്റെ വ്യക്തിത്വം നഷ്ടപ്പെടും. എത്രയോ ഞാൻ ഈ പവർ വിഷനിൽ പ്രസംഗിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ്, സ്തോത്രം, നിങ്ങളിപ്പോൾ ഒരു പക്ഷേ പവർ വിഷനൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അവിടെ വരുന്ന എത്രയോ ആളുകളെന്നറിയുമോ? അവിടുത്തെ അമ്മമാർ പറയുന്നത്, ചിലപ്പോൾ ഞങ്ങളുടെ ഈ വാട്സാപ്പിലേക്കൊക്കെ അയക്കുന്നത്, ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിപ്പിച്ച്, സ്തോത്രം, ഒരേ ഒരു മകനായി ഓമനത്വത്തോടെ വളർത്തി, അപ്പാന്ന് ഡാഡിന്നൊന്നും തികച്ചു വിളിക്കാതിരുന്ന അപ്പനെ സ്നേഹിച്ച, അമ്മയെ അതുപോലെ സ്നേഹിച്ച മകൻ പഠിക്കാൻ പോയിടത്ത് വെച്ച് എന്തോ താളം തെറ്റി, സ്തോത്രം, അവനെ ഉന്നം വെച്ച പിശാച് ദൈവിക ബന്ധം അകന്നു പോയത് കൊണ്ട് അവനെ ആവഹിച്ചു കയറി. പിന്നെ അവനെ, സ്തോത്രം, ബോധമില്ലാത്തവനായി, അവൻ പഠനത്തിൽ ശ്രദ്ധയില്ലാത്തവനായി, സ്തോത്രം, അവിടുത്തെ യൂണിവേഴ്സിറ്റിക്കാർ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി, അവർക്ക് അവിടെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെയായി അവനെ വീട്ടിലേക്ക് അയച്ചു. അവൻ വീടടച്ചൊരു മുറിക്കകത്തിരിക്കുക, ആരെ കണ്ടാലും പുറത്തു വരില്ല. അമ്മ അവന്റെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, മോനെ, നീ ഒരുവനുള്ളൂ, ഞങ്ങൾക്ക് വേറൊരു മോനില്ല, നിനക്ക് എന്താ പറ്റിയെന്ന് മമ്മിയോട് പറ. കരഞ്ഞു. അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കും, വാ തുറക്കില്ല, മിണ്ടില്ല. അപ്പൻ ഭ്രാന്തനെ പോലെയായി. ആ മുറിയിലേക്ക് നോക്കുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സ് തകർന്നു. ആഹാരം കഴിക്കാതെയായി, ഒരു മരണ വീട് പോലെയായി. എന്താ സംഭവിച്ചെന്നറിയില്ല. ഡോക്ടറെ അടുക്ക വരികയില്ല. പലരോട് വിശദമായി ഉപദേശങ്ങൾ തേടി, പലരും വിദഗ്ധന്മാർ അവിടെ വന്നു, പല കാര്യങ്ങൾ ഉപദേശിച്ചു. അനങ്ങിയല്ല. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ പറയാം, ദൈവം അധികാരപ്പെടുത്തിയ അന്ധകാര ശക്തിയുടെ മേൽ അധികാരമുള്ളവർ ആ വീട്ടിനകത്ത് കാലുകുത്തിയപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന് അന്ധകാര ശക്തിയുടെ ബന്ധനം വിട്ടു. അവൻ പല്ല് തേച്ചു, ഷൈവ് ചെയ്തു. 100 കണക്കിന് തെളിവുകൾ ഈ വേദപുസ്തകം കൈ പിടിച്ചോണ്ട് പറയാം, ദുരാത്മാക്കളിൽ നിന്ന് വിടുതൽ കിട്ടാൻ യേശുവിന്റെ നാമമല്ലാതെ വേറെ ലോകത്തിൽ മരുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആസന്തോറും തിരുവല്ലയിലോ കോട്ടയത്തോ പോയി ഉറങ്ങാൻ പോലും മരുന്ന് മേടിച്ച് കഴിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ രാത്രി പ്രസംഗിക്കുക. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികളുണ്ട്.
ലോകം അതിനെന്തു പേരിട്ട് വിളിച്ചാലും ഞങ്ങളുടെ വേദപുസ്തകവും ഞങ്ങളും പറയും, ഇതിന്റെ പുറകിൽ അന്ധകാര ശക്തികളുണ്ട്. ഈ രാത്രികാലം ആ നുകമൊടിയാൻ വേണ്ടിയിട്ട് ആ സ്വർഗം ഇന്ന് രാത്രി വാളും പിടിച്ചിവിടെ ഇറങ്ങി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ തുടക്കത്തിൽ പറഞ്ഞത്, ദൈവം ഇന്ന് രാത്രി വചനം നിങ്ങൾക്ക് എഴുതി തരികയല്ല. ഈ നാട്ടിൽ എവിടെയോ സ്വർഗം കണ്ടുവെച്ച വീടുണ്ട്, അവരിവിടെ വന്നു കാണില്ല. പക്ഷെ ദൈവം ഇന്ന് രാത്രി ജനം പ്രാർത്ഥിക്കുമ്പോൾ അവിടേക്ക് തന്റെ വചനം അയക്കുകയാ. ചില സാക്ഷികളെ ഈ പ്രസംഗത്തിന്റെ വെളിച്ചത്തിൽ സ്വർഗം വിത്തിൻ 1 ഇയർ, അടുത്ത കൊല്ലം എന്റെ യേശു വരാൻ താമസിച്ച ഈ കൺവെൻഷൻ 16ാമത്തെ കൺവെൻഷൻ ഇവിടെ ഉണ്ടെങ്കിൽ അന്ന് ചില സാക്ഷികളെ സ്വർഗം ഈ വേദിയിൽ കൊണ്ടുവരും. യേശുവിന്റെ നാമത്തിൽ ദൈവം ചിലത് കരുതി കൂട്ടിയാണ് ഈ രാത്രി യോഗത്തിൽ പ്രസംഗിക്കാൻ എന്നെ ഏൽപ്പിച്ചത്. അവൻ തന്റെ വചനം അയച്ച് ചിലരെ വിടുവിച്ചോണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ ചുരുക്കാം, സമയം അതിക്രമിക്കുന്നുണ്ട്, ചുരുക്കാം. ഒരു കാര്യം അല്ലെങ്കിൽ 2 കാര്യം കൂടി പറഞ്ഞ് നിർത്താൻ കേട്ടോ. സ്തോത്രം. ഇനി നിങ്ങൾ ഇച്ചിരി എന്റെ കൂടെ യുക്തിയോട്, ഞാൻ ഈ വേദപുസ്തകത്തിന് മുമ്പിൽ അതെ എന്ന് പറഞ്ഞത് സ്തോത്രം ഒരു മോശമായി കരുതണ്ട. മിക്കവാറും എല്ലാം അങ്ങനെ ചുമ്മാ ചിന്തിക്കും. ഞാൻ ചിന്തിച്ചു ഇത് വായിച്ചപ്പോഴേ, പാസ്റ്റർമാരാരെങ്കിലും ചിന്തിച്ചോന്നറിയില്ല. സ്തോത്രം. ഒരാളെ ഒതുക്കാൻ ഒരെണ്ണം തികച്ചുന്നില്ല. ഒരാളെ ഒതുക്കാൻ പിന്നെ എന്തിനാ 1000 ഭൂതങ്ങൾ ഒരുമിച്ച് കൂടും? 6000 പുസ്തകത്തിൽ കള്ളമുണ്ടോ? തേനീച്ചക്കൂട് പോലെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ 6000-ഓളം ഭൂതങ്ങൾ. ഈ ഭാഗം വായിച്ചപ്പോൾ ഏറ്റവും അധികം എൻ്റെ സമയം മുഴുവൻ ചെലവഴിച്ചത് ഈ ചോദ്യവുമായി ദൈവത്തിന്റെ മുമ്പിലാണ്. എന്തിനാ കർത്താവേ, ആ നാട്ടിലുള്ള 6000 ഭൂതം ഉണ്ടെങ്കിൽ 6000 പേരെ ഒതുക്കിക്കൂടെ? ഓരോരുത്തർ പോയാൽ മതിയല്ലോ. പിന്നെ 6000 ഭൂതം കൂടി ഇവന്റെ ഉള്ളിൽ കയറി എന്തിനാ? ഇവന്റെ വിദ്യാഭ്യാസം മുടക്കാനാണെങ്കിൽ, ഇവൻ ചില കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് നടക്കാനാണെങ്കിൽ ഒരെണ്ണം കയറിയ പോരെ? 6000 എണ്ണം കയറി എന്താ? ഞാൻ ഈ ചിന്തയുമായിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പതുക്കെ എന്നെ സഹായിക്കാൻ തുടങ്ങി. അതോടെ പറഞ്ഞ് നിർത്താം, കേട്ടോളണേ. സ്തോത്രം. ഞാൻ വായിച്ചു വരുമ്പോൾ സ്തോത്രം ഈ ഭാഗം പറയുമ്പോൾ ശ്രദ്ധിച്ചു. യേശു വന്നപ്പോൾ ഇവൻ കാലേ വീഴുക. കാലേ വീണിട്ട് മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് വിളിച്ചുകൊണ്ട് കാലേ വീഴുക. വീണിട്ട് ആദ്യത്തെ അപേക്ഷയാണ്. എന്താ അപേക്ഷ എന്നറിയാമോ? ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് വിടാൻ സമ്മതിക്കരുത്. അയ്യോ, അത് വായിച്ചപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നി. സാത്താൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങേർക്ക് അവിടെ ഫ്ലാറ്റ് വല്ലതും ഉണ്ടോ? പുള്ളിക്ക് എവിടെയാണെങ്കിൽ എന്താ, എൻ്റെ പുള്ളിലോ കറിച്ചാലോ എവിടെയെങ്കിലും ആണെങ്കിലും, പ്രത്യേകിച്ച് എവിടെയെങ്കിലും നമുക്കിപ്പോൾ എനിക്കിന്ന് വൈകുന്നേരം വീട്ടിൽ പോയാൽ പറ്റും. കാരണം എൻ്റെ ഭാര്യയും പിള്ളേരും അവിടെ ഉണ്ട്, അവയെ അവിടെ കിടക്കുന്നു. ഇതൊന്നും ഇല്ലാത്തവൻ ഇപ്പം എങ്ങോട്ടെങ്കിലും പോയപ്പോൾ ഇരിപ്പാണ്ട് പോകണ്ടെന്ന് തോന്നുന്നു. കിടന്നു, ഇവിടെ കിടന്നു. നമ്മളിന്ന് വൈകുന്നേരം പോകാൻ വേണ്ടി ഇപ്പോൾ 9 ആയപ്പോഴേ മുതൽ ഞാൻ കാണുന്നുണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്നാ ഈ 9 ആയപ്പോൾ അവിടെ വെക്കുന്നത്? വീട് അവിടെ കിടക്കുക, പോയേ പറ്റൂ. സാത്താനെ സംബന്ധിച്ച് അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പൊ എങ്ങോട്ട് പിന്നെ 6000 എണ്ണം കൂടി ഒരുവന്റെ അകത്ത് കയറിയത് എന്തിനാണ്? സ്തോത്രം. അവൻ ആ നാട്ടിൽ നിന്ന് പോകാൻ മനസ്സില്ല. അവൻ ആദ്യത്തെ അപേക്ഷ. ഞാനൊരു കാര്യം പറയുന്ന കേൾക്കണം. എന്താ? യേശു ചോദിച്ചു, എന്താ? പറഞ്ഞു, ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് വിടരുത്. ഞാൻ ചോദിച്ചു, ഏത് നാട്ടിലാണെങ്കിൽ എന്താ? ഞാൻ അതിനൊരു മറുപടി പറയാം. ചില നാട് പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്, ചില വീടും ഇഷ്ടമാണ്. കാരണം പ്രാർത്ഥനയില്ല, വേദപുസ്തക വായനയില്ല, 24 മണിക്കൂർ ഈ കോമഡിയും വെച്ച് മൊബൈലിനകത്ത് വല്ലോൻ്റെയും കുറ്റം, ഉപദേശിമാരുടെ മുഴുവൻ കുറ്റം ഇരുന്നുകൊണ്ട് രാവിലെ മുതൽ കേട്ട് അതിനങ്ങ് എസ്സും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മിക്കവാറും അവിടെ തന്നെ 6000 എണ്ണവും വരും. ഭയങ്കര, കാരണം പ്രാർത്ഥിക്കണ്ടല്ലോ. സ്തോത്രം. വല്ലോൻ്റെയും കുറ്റം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ? ഓർത്തോണം, ഞാൻ സത്യം പ്രസംഗിക്കാൻ നിൽക്കുന്നവനാ. കർത്താവിനെ വിശ്വസിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് വേണ്ടാത്തതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ നിന്റെ വീടും പരിസരവും സാത്താന് വലിയ ഇഷ്ടമായിരിക്കും. ആത്മാവിൽ നിറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ 4 സ്തോത്രം പറഞ്ഞ് വേറൊന്നും പറയാൻ അറിയില്ലെങ്കിലും
അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ചുമ്മാ സ്തോത്രം അവൻ്റെയും എന്നെ കുറ്റം തേടാതെ യേശുവിനെ നാമത്തെ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഒരമ്മ പല്ല് കൊഴിഞ്ഞിരുന്നാലും നടുതുവരില്ലെങ്കിലും അങ്ങനെ ഒരമ്മയുണ്ടെങ്കിൽ പണ്ട് കാലത്തെ ആൾക്കാരോട് ഈ തലമുടി നരച്ചോട് ചോദിച്ചാൽ അറിയോ, അവര് ജീവിച്ചിരുന്ന കാലത്ത് ആ നാട്ടിലൂടെ ദുഷ്ടശക്തികൾക്ക് പോകാൻ പോലും പറ്റില്ലായിരുന്നു. ചരിത്രം പറയുന്നുണ്ട്, ചിലരുള്ള നാട്ടിലൂടെ ഈ അന്ധകാര ശക്തിക്ക് പോകാൻ പോലും പറ്റത്തില്ലെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലരുള്ളിടത്തേക്ക് അവൻ വരികയില്ല. പാട്ടുമില്ല, പ്രാർത്ഥനയിൽ ഉപദേശിമാരെയും തല്ലി ആരെങ്കിലും വേദപുസ്തകം കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന അവനെ സ്തോത്രം ഇവിടുന്ന് പാട്ടുകൊട്ടി ഓടിച്ചാൽ ഓർത്തോളണം, നിന്റെ നാടിനെ പോലെ സാത്താൻ ഇഷ്ടമുള്ള നാട് വേറെ കാണിയല്ല. സ്തോത്രം. അവിടെ നിന്ന് വിടരുന്ന് പറഞ്ഞു. അതിന് വലിയ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് അപേക്ഷിച്ചു. ലാസ്റ്റ് വിടൂന്ന് മനസ്സിലായി. വന്നവൻ മോശക്കാരനല്ലല്ലോ. സ്തോത്രം. ചുമ്മാ കൈക്കൂലി മേടിച്ച് 25 രൂപയോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാട് മേടിച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റിന് വന്നവനല്ലല്ലോ ഈ നദി കടന്ന് വന്നവൻ. ആരാ? കർത്താവായ യേശു വന്നത് ഈ പിശാചുമായിട്ടൊരു കോംപ്രമൈസിന് അഡ്ജസ്റ്റ്മെന്റിന് വന്നതല്ലല്ലോ. അവനെ വിടാൻ വേണ്ടി തന്നെ വന്നതല്ലേ. പിശാചിന് മനസ്സിലായി, ഭൂതങ്ങൾക്ക് മനസ്സിലായി, ഇന്ന് വിടും. സ്തോത്രം. നിങ്ങൾക്ക് പിടികിട്ടിയില്ലെങ്കിലും സാത്താന് പിടികിട്ടിയിട്ടുണ്ട്. ഇന്ന് മിക്കവാറും ആശീർവാദത്തിനുള്ളിൽ ഇന്ന് വിടും. സ്തോത്രം. അങ്ങനെ തോന്നാൻ തുടങ്ങിയവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചോണ്ടിരുന്നു. ഇന്ന് രാത്രി ആ പിടി വിടും. ഇന്ന് രാത്രി എൻ്റെ ചെറുക്കനെ പിടിച്ചു വെച്ചിരിക്കുന്ന വിഷയം, എൻ്റെ കുടുംബത്തെ ദുഃഖിപ്പിക്കുന്ന വിഷയം, അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി ഇന്ന് രാത്രി ഏകദേശം കർത്താവ് ലക്ഷ്യം വെക്കുന്നത്, ഈ രാത്രികാലം കർത്താവ് ലക്ഷ്യം വെക്കുന്നത് 4 പേര് കൈപൊക്കി ഞാൻ യേശുവിൻ്റെ ആളാന്ന് പറയിപ്പിക്കുന്നതല്ല, മറിച്ച് ഈ രാത്രി യേശു ലക്ഷ്യം വെക്കുന്നത് ചില കുടുംബങ്ങളെ മുടിക്കുന്ന, ചില ജീവിതങ്ങളെ തകർക്കുന്ന പൈശാചിക ശക്തികളെ വേരോടെ പറിക്കാനാണ് എന്റെ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നത്. ആദ്യം നടക്കൂ. പിശാചിന് തോന്നാൻ തുടങ്ങി ഇന്ന് അവന്റെ വേര് പറയുന്ന രാത്രിയാണ്. അപ്പൊ അവര് രണ്ടാമത്തെ അപേക്ഷ അപേക്ഷിച്ചു. രണ്ടാമത്തെ അപേക്ഷ ഇതാണ്, വിടൂന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഞങ്ങളെ ഈ പന്നിക്കൂട്ടത്തിലേക്ക് വിട്ടേരെ, പന്നിക്കൂട്ടത്തിലേക്ക് വിട്ടേരെ എന്ന് പറഞ്ഞപ്പോൾ മൗനം അനുവാദം എന്ന രീതിയിൽ യേശു അത് സമ്മതിച്ചു. സ്തോത്രം. യേശു അത് സമ്മതിച്ചു. കർത്താവ് അത് സമ്മതിച്ച മാത്രയിൽ ഇവന്റെ അകത്ത് ഇളകി നിന്ന 6000 ഭൂതങ്ങളും കൂടെ 10,000 പന്നിയിലേക്ക് ചാടിക്കേറി. ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിക്കണേ, ലാസ്റ്റ് വാക്ക ഇതോടെ കേട്ട് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ഫൈനൽ ഞങ്ങൾ ലാസ്റ്റ് അറ്റത്തേക്ക് എത്തിക്കുക. ബാക്കി 3-4 വാക്യം എഴുതി കൊടുത്ത് വായിക്കുന്നില്ല. സ്തോത്രം. കേട്ടെ, ഈ 6000 ഭൂതങ്ങൾ ഈ പന്നിയിലേക്ക് കയറിയിട്ട്, ഇവൻ ശവക്കോട്ടയിലായിരുന്നല്ലോ, ഈ പന്നി എല്ലാം കൂടി നേരെ ശവക്കോട്ടയിലേക്കാണ് പോയെ. ഇവനെ ശവക്കോട്ടയിൽ കൊണ്ടിട്ട സാധനമാണെങ്കിൽ ഈ പന്നീനെയും കൂടി എങ്ങോട്ട് കൊണ്ടുപോകണം? ആ വന്ന വഴി വേണം. ശവക്കോട്ടയിലേക്കല്ല പോയെ, പിന്നെ എങ്ങോട്ട് പോയെ? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇതിനകത്തേക്ക് കയറിയ മാത്രയിൽ ഈ പന്നികളെല്ലാം കൂടി ഓടിയിട്ട് കടുംതൂക്കത്തോടെ കടലിലേക്ക് ചാടി ചത്തുപോയി. സ്തോത്രം. ഇത് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ചോദിച്ചില്ലേ ഒരുത്തനെ തെറ്റിക്കാൻ എന്തിനാ 6000 ഭൂതമെന്ന്? സ്തോത്രം. വാസ്തവത്തിൽ ഈ 6000 ഭൂതം കൂടി അകത്ത് കയറിയിരുന്ന് ഈ താണ്ഡവം മുഴുവൻ ആടിയത് എന്തിനാണെന്നറിയാമോ? ഈ പന്നിക്ക് എന്ത് സംഭവിച്ചോ അത് ഇവന് സംഭവിക്കണമായിരുന്നു. 1000 ഭൂതം കൂടി പ്ലാൻ ചെയ്തത് യേശു ഇവിടെ വരുന്നതിനേക്കാൾ മുമ്പ്, യേശു ഇവനെ കൂടിക്കാണുന്നതിനേക്കാൾ മുമ്പ്. ഒന്നോടെ ഞാൻ ഈ നാട്ടുകാരോട് പറയാം, കർത്താവ് നിന്നെ കണ്ടാ നീ രക്ഷപ്പെടുമെന്ന് പിശാചിനും അറിയാം. നിവർത്തി ഉണ്ടെങ്കിൽ കർത്താവ് ഉള്ളിടത്ത് നിന്നെ എത്തിക്കാതിരിക്കാൻ പിശാച് എല്ലാ അടവും നോക്കും. ഇന്ന് രാത്രി ഭാഗ്യം കൊണ്ട് എത്തിയതാന്ന് വിചാരിച്ചു, വഴിതെറ്റി കയറിയതുപോലെ ഇവിടെ കയറിയത് നന്നായി. കാരണം ഈ രാത്രി യേശു ഉള്ളിടത്ത് എത്തിയിരിക്കുന്നത്. യേശു ഉള്ളിടത്ത് എത്തിയാൽ നിന്നെ മുറുകെ പിടിക്കുന്ന ഒരു ശക്തിക്കും ഇനി നിലനിൽപ്പില്ലെന്ന് ദൈവാത്മാവ് ഈ രാത്രി ഓർപ്പിക്കുക. അപ്പൊ ഇവനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ. നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണേ. ഈ മനുഷ്യൻ അങ്ങ് കിറങ്ങി ശവക്കോട്ടെ തന്നെ കിടന്നല്ല. ഞാൻ വേറെ ഒരു വ്യാഖ്യാന പുസ്തകത്തിൽ മാർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യന് സുബോധം വരും. പിശാചിന്റെ ആ പിടി ഒന്ന് ചെറുതായിട്ട് അമരുമ്പോൾ,
ചില സമയത്ത് സുബോധം വരും. സുബോധം വരുമ്പോൾ ഇവൻ വീടിനെ കുറിച്ച് ഓർക്കും, അവന്റെ കുടുംബത്തെ കുറിച്ച് ഓർക്കും. ശവക്കോട്ടയെന്ന് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കരഞ്ഞുകൊണ്ടോടും. ഉപദേശിമാരെങ്കിലും വായിച്ചിട്ടുണ്ടോ? മർക്കോസ് 16 എഴുതി, അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടും. എന്നാ കരഞ്ഞുകൊണ്ട് ഓടുന്ന ഈ മനുഷ്യൻ? അവനെ തന്നെ മനസ്സിലാക്കും. മുടിയും പുത്രന് തോന്നിയതുപോലെ എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ്, ഇടയ്ക്കിടയ്ക്ക് സുബോധം വരുമ്പോൾ ഇവൻ വീട്ടിലേക്ക് ഓടുക. ശവക്കോട്ടയിൽ നിന്ന് വീട്ടിലേക്ക് ഓടുകയാണ്. ആ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന കാര്യമാണ് കടുന്തൂക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കാറില്ല. ഇത്രയേ ഉള്ളൂ. വലിയ പാറക്കെട്ടുകൾ അരിഞ്ഞെടുത്തിട്ട് വലിയ 10, 45, 50, 60, 70 അടി ഉയരം പാറ അരിഞ്ഞെടുത്തത്. പാറമട പോലെ. ഈ നാട്ടിലേക്ക് ഒത്തിരി കരിങ്കൽ കോറികൾ കാണുമല്ലോ, പാറമട കാണുമല്ലോ. എന്നാൽ അവിടെ പ്രകൃതിയുടെ പ്രത്യേകമായിരിക്കുന്ന നിലവാരത്തിൽ പാറക്കെട്ടുകൾ അരിഞ്ഞെടുത്തിട്ട് അത്രയും താഴെ കടലാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഭൂമിശാസ്ത്രപരമായി ഗഗനദേശത്തിന്റെ ഭൂമിശാസ്ത്രം നിങ്ങൾ തന്നെ ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും. ഇതെല്ലാം ഞാൻ വെറുതെ പറയുന്നതല്ല. സ്തോത്രം. അപ്പോൾ അങ്ങനെ ഭയങ്കരമാണ്. ഈ പാറ വിളുമ്പലിലൂടെ ഈ മനുഷ്യൻ ശവക്കോട്ടയിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് കരഞ്ഞോണ്ട് ഓടുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കാലൊന്ന് തട്ടിയാൽ മതി, ഇവിടെ നിന്ന് ചാടി വെള്ളത്തിൽ പോയി അനാഥപ്രേതം പോലെ ഉപ്പുവെള്ളം കുടിച്ച് മരിക്കും. ഞാൻ ചോദിച്ചു, എന്തേ പല പ്രാവശ്യം ഓടിയിട്ടും ഇവൻ ഒരു പ്രാവശ്യം പോലും വെള്ളത്തിൽ വീഴാതിരുന്നത്? അതിനിന്ന് രാത്രി എൻ്റെ പ്രഭാഷണത്തോട് ചേർത്ത് വെച്ച് മറുപടി പറയാം. ഇവനെക്കുറിച്ച് ദൈവത്തിനൊരു നിർണയമുണ്ട്. 6000 ഭൂതങ്ങൾ നിന്റെ ജീവിതത്തിൽ താണ്ഡവമാടിയാലും ഇന്ന് രാത്രി യേശു നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ ആ കയ്യിലേക്ക് കയറി പിടിച്ചാൽ നിന്നെ കുറിച്ചുള്ള നിർണയങ്ങൾ ഇന്ന് രാത്രി ദൈവം തുടങ്ങാൻ ആരംഭിക്കുക. ഈ രാത്രി കർട്ടൻ ഉയരുന്നത് പോലെ നിന്നെ മറച്ചുകൊണ്ട് നടന്ന ചില പൈശാചിക വ്യാപാരങ്ങളെ ഇന്ന് രാത്രി സ്വർഗം ഇവിടെ തല്ലിക്കെടുത്തിയിട്ട് ആത്മാവിന്റെ ശക്തിയോടെ പറയാ, ദൈവത്തിന്റെ നിർണയം ഈ രാത്രി ഇവിടെ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വെറുതെ വന്നിരുന്നിട്ട് പോകരുത്. ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളെ കുറിച്ചുള്ള നിർണയം ആരംഭിച്ചാൽ പിന്നെ പിശാചിനും ദുർഭൂതത്തിനും അവിടെ സാധ്യതയില്ല. 6000 ഭൂതങ്ങൾ പന്നിക്കൂട്ടത്തിലേക്ക് കയറിയപ്പോൾ നേരെ ചെന്ന് പന്നികൾ ഈ കടുന്തൂക്കിൽ നിന്ന് താഴേക്ക് ചാടി. വാസ്തവത്തിൽ ഇവൻ ഇതുപോലെ മരിക്കണമായിരുന്നു. അതിനാണ് ഈ ഭൂതങ്ങൾ ഇവനെ വിടാതെ കൊണ്ട് നടന്നത്. പക്ഷെ ഇവനെക്കുറിച്ചൊരു നിർണയമുണ്ട്. എന്താ നിർണയം എന്നറിയാമോ? ഈ മനുഷ്യൻ സൗഖ്യമായി. ആ മനുഷ്യൻ ആ നാട്ടിൽ നിൽക്കാൻ പേടിയാ. എൻ്റെ ഭാവനോട് ചേർത്ത് പറയുക. അവന് മനസ്സിലായി, ഇനി ഇവിടെ നിന്നാൽ പിന്നെയും ഉമ്മാർ കയറിയാലോ. അതുകൊണ്ട് യേശുവിനോട് ചോദിച്ചു, എന്നെ കൂടി കൊണ്ടാവുമോ അക്കരയ്ക്ക്? ഞാനവിടെ പോരട്ടെ അക്കരയ്ക്ക്? ദിവസം വായിച്ചിട്ടില്ലേ? ഞാനതൊക്കെ വായിച്ച ആ നിർമ്മലത. ഒരു മനുഷ്യൻ നന്നായാൽ അവൻ്റെ മനസ്സ്. പണ്ട് എൻ്റെ പൊന്നമ്മാമ ഒരു യോഗത്തിന് പോകണമെങ്കിൽ ഇവൻ എന്നാ മേടിച്ചു കൊടുക്കണം? ഇവന് ബിരിയാണി മേടിച്ചു കൊടുക്കണമായിരുന്നു. ഒരു യോഗത്തിന് കൊണ്ടുപോകാനേ ശ്രോത്രം ഇവന് ഓട്ടോ വിളിച്ചു കൊടുക്കണമായിരുന്നു. ഇവന് ഷർട്ട് മേടിച്ചു കൊടുക്കുക. എൻ്റെ പൊന്നുമോനെ എന്നൊരു ഉപദേശി വരുന്ന യോഗത്തിന് വാടാന്ന് പറഞ്ഞാൽ അവന് തന്നെ 500 രൂപ കൊടുക്കണം വേറെ. എന്നാ വരാത്തവൻ ഇന്നിപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, എന്നെയും കൂടി കൊണ്ടുപോകാമോ? ഇറങ്ങിപ്പോയുള്ള ഗുണം കണ്ടോ? സ്തോത്രം. ഞാൻ പച്ചയ്ക്ക് പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ടാലിട്ട് എന്നെ വീട്ടിൽ വിട്ടില്ല. എൻ്റെ വണ്ടിയുടെ 4 കാറ്റൂരിക്കളഞ്ഞാലും പറയാം. സ്തോത്രം. നിങ്ങളുടെ ചെറുക്കന് യോഗത്തിന് പോകാൻ മനസ്സില്ലെങ്കിൽ അവനിൽ എന്തോ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 4 വീലിൻ്റെ കാറ്റൂരിക്കൾ ഞാൻ നടന്നു നോക്കണം. സത്യം പറഞ്ഞ എൻ്റെ പേര്. പക്ഷെ ദൈവം ഇവനെ ഇടപെട്ടാൽ പിന്നെ നീ വണ്ടിക്കൂലി കൊടുത്തില്ലെങ്കിലും അടുത്ത യോഗത്തിന് അവൻ നടന്നാണെങ്കിലും വരും. അതല്ല ഇവൻ ചോദിച്ചത്. സ്തോത്രം. ഇവൻ പച്ചയ്ക്ക് മനുഷ്യനായപ്പോൾ പറഞ്ഞു, എന്നെ കൂടി ഇവിടെ നിർത്തരുത്. ഇവിടെ നിന്ന പാട്ടും പ്രാർത്ഥനയൊന്നുമില്ല. ഈ നാട്ടിൽ യോഗമില്ല, കൂട്ടായ്മയില്ല. എന്നെ കൂടി അക്കരെ കൊണ്ടാമോ? രാത്രി അങ്ങനെ ചോദിക്കുന്നവർ നിന്റെ നാട്ടിൽ എഴുന്നേക്കട്ടെ. ഇച്ചിരൂടെ തുറന്ന മനസ്സിലങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്തോത്രം. എന്നെ കൂടി കൊണ്ടാമോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, വാ മോനെ വണ്ടി കയറുന്നല്ല പറഞ്ഞത്. യേശു പറഞ്ഞടാ, നിന്നെക്കുറിച്ചൊരു നിർണയമുള്ളത് കൊണ്ടാ കടലിൽ വെച്ച് ഞങ്ങളുടെ 13 പേരെ മുക്കാൻ അവൻ കടലിൽ വന്നതാ. ഞാനുള്ളത് കൊണ്ടാ മുക്കാതിരുന്നത്. ഇവിടെ വരെ പ്രതികൂലങ്ങളെ താണ്ടി നിന്നെ വിടിവിച്ചത് സ്തോത്രം എൻ്റെ കൂടെ നിന്നെ കൊണ്ട് പോകാനല്ല. നീ ഇവിടത്തെ 10 പട്ടണങ്ങളിൽ സാക്ഷിയാകണം. അങ്ങനെയല്ലേ നിങ്ങൾ എഴുതി വായിച്ചത്? ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറഞ്ഞു കുത്തിടാം എൻ്റെ പ്രസംഗത്തിന്. സ്വർഗം നിന്നെക്കുറിച്ച് നിർണയിച്ചിരിക്കുന്നത് ഇവിടെ നീ ഒരു അരപ്രാന്തനായി, ഒരു കീറിയ മുണ്ടുകൊടുത്ത് ജീവിതത്തിൽ ഗതിയില്ലാതെ
ആരാണ്ടേ മുമ്പിൽ കയ്യും നീട്ടി ഷെയ്വും ചെയ്യാതെ ആകപ്പാടെ ഒരു വട്ട് പിടിച്ച വീട്ടിലെ സന്തതി എന്ന് പറഞ്ഞ് അലയാനല്ല. നിന്നെ ദൈവം 10 പട്ടണത്തിന്റെ അപ്പോസ്തലനാക്കാൻ നിർണയിച്ചിരിക്കുമ്പോൾ ആ നിർണയത്തിന് വിരോധമായി നിന്നെ ആ വഴിക്ക് കൊണ്ടുവരാതിരിക്കാൻ 6000 ഭൂതങ്ങളല്ല 60,000 ഭൂതങ്ങൾ നിന്റെ വീട്ടുമുറ്റത്ത് പന്തല് കെട്ടി പോരാടിയാലും യേശു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നിർണയങ്ങൾ വെളിപ്പെടുന്ന രാത്രിയാണ്. അതുകൊണ്ട് ഈ രാത്രി യേശുവിലല്ലാതെ നിങ്ങൾക്കിനി രക്ഷയില്ലെന്ന് ഞാൻ ഈ നാട്ടിൽ ആരോടോ ദൈവാത്മാവിൽ എന്റെ ഊർജം മുഴുവൻ എടുത്ത് വിളിച്ചു പറയുകയാ. നിനക്ക് രക്ഷയുണ്ട്, നിന്റെ കുടുംബത്തിന് രക്ഷയുണ്ട്, അത് യേശുവിൽ മാത്രം. ഞാൻ നിർത്തട്ടെ ദൈവമക്കളെ. ഞാൻ സ്തോത്രം പാഠപുസ്തകത്തിലെ 5-ാം വാക്യം വായിച്ചത് യേശു ക്രിസ്തു ചില മുദ്രകളെ പൊട്ടിച്ച് ഭാവി വെളിപ്പെടുത്തുന്നവനാണെന്ന് പറയാനാ. പക്ഷെ ദൈവാത്മാവിന് ഇന്ന് രാത്രി തോന്നിയത് അവിടെ വരെ എത്തിയില്ലെങ്കിലും ദൈവത്തിന്റെ നിർണയം വെളിപ്പെടുത്താനാ. കർത്താവിന്റെ ഇഷ്ടം ഇന്ന് രാത്രി നിറവേറിയെന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ ആത്മാവിൽ പറഞ്ഞൊരു വാക്ക് പ്രാർത്ഥിച്ച് മൈക്ക് ഞാൻ അധ്യക്ഷന്റെ കയ്യിൽ കൊടുക്കാം. അത്രയൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ ചവക്കോട്ടെ കിടക്കുന്നതോ മുണ്ടെടുക്കാത്തതൊന്നുമല്ല. ഏതെങ്കിലും വിഷയത്തിൽ നിന്നെ നീയാക്കാതിരിക്കാൻ, നിന്റെ ജീവിത മേഖലകളെ ഒരു നരക തുല്യമാക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ പുറകിലുണ്ടെങ്കിൽ നാം ഒന്നിച്ചൊരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവുക. ഈ രാത്രി ഇതിനകത്ത് തീ ഇറങ്ങി വരും, സ്വർഗീയ ശക്തി ഇറങ്ങി വരും. നിങ്ങളതിന് മനസ്സ് വെക്കണം. കർത്താവ് ചില കുടുംബങ്ങളെ രക്ഷിക്കും, ചില ചീത്ത രോഗങ്ങളെ സൗഖ്യമാക്കും. ദൈവത്തിൻ്റെ നിർണയത്തിൽപ്പെട്ടവർ ഈ നാട്ടിൽ എവിടെയുണ്ട്, അവരെ ദൈവം പൊക്കിയെടുക്കും. നിങ്ങൾ ഉണർന്നിരിക്കുന്ന സഭയാണെങ്കിൽ നിങ്ങളുടെ സഭയ്ക്ക് കിട്ടും, നിങ്ങളുടെ വീട്ടിലെത്തും ദൈവം. ദൈവപ്രവൃത്തി നടക്കും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. ഈ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ദയവായിട്ട് നിങ്ങളാരും സ്തോത്രം ഒരലസ മനസ്സോടെ ഇറങ്ങിപ്പോകരുത്. കർത്താവ് നിന്നോട് പറയുന്നു, നിന്നെ കർത്താവ് മാനിക്കാൻ സമയമായി, നിന്റെ സങ്കടം തീരാൻ സമയമായി, നിന്റെ ജീവിതം മാറാൻ സമയമായി. നീ ഗുളിക കഴിച്ചുറങ്ങേണ്ടവനല്ല, നീ മരുന്ന് കഴിച്ച് ജീവിക്കേണ്ടവനല്ല. നിന്നെക്കുറിച്ചുള്ള എൻ്റെ നിർണയം നടക്കണം. എഴുന്നേറ്റ് നിൽക്കുന്നവരെല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, യേശുവേ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഗദരദേശത്ത് വ്യാപരിച്ചതുപോലെ യേശുവിൻ്റെ ശക്തിയുടെ അപാരത ഇതിനകത്ത് വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കുന്നവരെല്ലാം ക്ഷീണം മാറ്റി നിൽക്കാതെ. അതിനൊന്നും നമുക്കിനി സമയമില്ല, സമയം അതിക്രമിച്ചു. അധ്യക്ഷന്റെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു. പക്ഷെ ഇന്ന് രാത്രി ഒരുങ്ങുക, ഒരുങ്ങുക. എന്നിട്ട് ആത്മാവിൽ പറയുക, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിതത്തിനെതിരെ നിൽക്കുന്ന ശക്തിയെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ അരിമനാഥനെ കാണുകയാ. കടല് താണ്ടി നിനക്ക് വന്നതുപോലെ ഇന്ന് രാത്രി സഹോദരി, നീ കരയണ്ട. നിന്നെ തേടി വന്നവൻ ഇവിടെ ഉണ്ട്. നിന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത ശക്തി ഏതാണോ ആ ശക്തി ഇന്ന് രാത്രി എൻ്റെ ദൈവം വെട്ടി മാറ്റുകയാ. നിന്റെ സമാധാനം നിനക്ക് തരികയാ. നിന്റെ ജീവിതത്തിൽ നീ സ്വസ്ഥത അനുഭവിച്ചിട്ടില്ല, നിന്റെ ജീവിതത്തിൽ നീ ചിരിച്ചിട്ടില്ല, സന്തോഷിച്ചിട്ടില്ല. ഇന്ന് രാത്രി ആ മുഖങ്ങളെല്ലാം എടുത്തു കളയുക യേശുവിന്റെ നാമത്തിൽ. ചില ദുഷ്ട പോരുകൾ ഇവിടെ പൊട്ടി മാറട്ടെ. ചേർന്ന് ആരാധിച്ചോ, ചേർന്ന് ആരാധിച്ചോ. എല്ലാ രോഗവും രോഗമല്ല, ചില രോഗാത്മ ബന്ധനങ്ങളുണ്ട്. അത് ഈ രാത്രി അഴിയട്ടെ, 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 അഴിയട്ടെ. ആത്മബലം വ്യാപരിക്കട്ടെ, അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ. ദൈവ നിർണയം എന്ന വാക്ക് നിന്റെ അധരം കൊണ്ട് പറ, അതെന്റെ ജീവിതത്തിൽ നിറവേറാൻ പറ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ ആരാധിക്കുന്ന ജനത്തെ ദൈവം കാണുന്നല്ലോ. ഇവരുടെ ശുശ്രൂഷകൾ, ഇവരുടെ തലമുറകൾ, ഇവർ ശുശ്രൂഷിക്കുന്ന സഭകൾ, ഈ നാട്ടിലെ ദൈവമക്കൾ എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില പിടിവിടട്ടെ, പിടിവിടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ വ്യാപാരത്താൽ ദുഷ്ടൻ ആശ നടക്കരുത്. കർത്താവേ, ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ചില വീട്ടിൽ നിന്ന് ചിലർ ഒറ്റ തിരിഞ്ഞ് മാറി നിൽക്കുന്നത് ഇന്ന് രാത്രി അവരെ കൂടി തേടി ചെല്ലണമേ. ഇവര് തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ ദൂതൻ ഇറങ്ങിയ വീടായി ആ വീടുകൾ വെളിപ്പെടട്ടെ. ഈ നാട്ടിലൂടെ യേശുവിന്റെ കാൽപാദം ചവിട്ടട്ടെ. സ്വർഗീയ തീ ഇറങ്ങട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ.
അത്ഭുതത്തിന്റെ മന്ത്രിയെ അങ്ങയുടെ നാമം ഉയരട്ടെ.